നമസ്കാരം. നിളവറ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. CCTVയുടെ 19ാമത് വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം ശനിയാഴ്ച. വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം നേടിയ 600ഓളം പേരെ അനുമോദിക്കുന്നതിനൊപ്പം വിവിധ രംഗങ്ങളിൽ മികവ് പുലർത്തിയവരെയും ചടങ്ങിൽ ആദരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CCTVയുടെ 18 വർഷം കഴിഞ്ഞ് 19ാമത്തെ വർഷത്തിലേക്കാണ് നമ്മുടെ പുരസ്കാര സ്കോളർഷിപ്പ് ചടങ്ങ് എത്തിയിരിക്കുന്നത്. ഇക്കുറി വിപുലമായ ഒരുക്കങ്ങളാണ് അതിനുവേണ്ടി ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഏറെക്കുറെ നിങ്ങൾക്കൊക്കെ അറിയാം, കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഏതാണ്ട് 700-ൽ പരം കുട്ടികൾക്കാണ് പുരസ്കാരവും 100 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകി. 5000 രൂപ വെച്ചാണ് സ്കോളർഷിപ്പ് എമൗണ്ട്. ഓരോ കൊല്ലം ചെല്ലും തോറും ഇതിൻ്റെ എണ്ണം കൂടുകയാണ്. കമ്പാരിറ്റീവ്ലി ഈ വർഷം അല്പം കുറവാണ്, എണ്ണത്തിൽ അല്പം കുറവാണ്. അത് റിസൾട്ടിൻ്റെ പ്രശ്നമായിരിക്കും. നമ്മുടെ വരിക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടില്ല. നമ്മളിത് കൊടുക്കുന്നത്, ഈ സ്കോളർഷിപ്പ് കൊടുക്കുന്നതിന് പ്രത്യേക ഒരു മാനദണ്ഡമില്ല. നിർധന കുടുംബത്തിലെ കുട്ടികൾക്ക് അവർക്കൊരു ശരാശരി 80%, അതിപ്പോൾ ഒരു മാർക്ക് കുറഞ്ഞാലും കൂടിയാലും അവരുടെ സാമ്പത്തിക സ്ഥിതിയും കൂടി പരിഗണിച്ച് മാത്രമാണ് നൽകുന്നത്. അതേസമയത്ത് പുരസ്കാരങ്ങൾ നൽകുന്നത് ഞങ്ങളുടെ നെറ്റ്വർക്കിലാണ് പരമാവധി കൊടുക്കുന്നത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പുരസ്കാര വിതരണം സംസ്ഥാന വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സംസ്ഥാന ആസൂത്രണ സമിതി അംഗം സന്തോഷ് ജോർജ് കുളങ്ങര മുഖ്യപ്രഭാഷണം നടത്തും. MLA-മാരായ മുരളി പെരുന്നെല്ലി പ്രതിഭാദരവും UR പ്രദീപ് +2 പുരസ്കാര വിതരണവും NK അക്ബർ SSLC പുരസ്കാര വിതരണവും നിർവഹിക്കും. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയാകും. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ സ്കോളർഷിപ്പ് വിതരണം നടത്തും. ചടങ്ങിൽ വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിച്ച രാധാകൃഷ്ണൻ കാക്കശ്ശേരി, TD രാമകൃഷ്ണൻ, ആലങ്കോട് ലീലാകൃഷ്ണൻ, സകിലൻ പത്മനാഭൻ, അരിയന്നൂർ ഉണ്ണികൃഷ്ണൻ, സുബീഷ് തെക്കൂട്ട്, മനീഷ, KP സാക്സൺ, PS ടോണി എന്നിവരെ സമാദരിക്കും. മികച്ച സംരംഭകരായ സജിത് ചോലയിൽ, റെജി B ചെറുവത്തൂർ എന്നിവർക്ക് സംരംഭകമിത്ര പുരസ്കാരവും ജീവകാരുണ്യ പ്രവർത്തകൻ ജേക്കബ് ചിരിയങ്കണ്ടത്തിന് കാരുണ്യമിത്ര പുരസ്കാരവും സമ്മാനിക്കും. കലാകായിക പഠനരംഗത്ത് മികവ് പരിഗണിച്ച് വിദ്യാർത്ഥി പ്രതിഭകളായ മുഹമ്മദ് മുർസിൽ, അബ്ദുൾ ഹാദി, VS കൃഷ്ണ, യദുകൃഷ്ണ, ജ്വാല റോസ് എന്നിവരെ ചടങ്ങിൽ അനുമോദിക്കും. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ 700-ലേറെ വിദ്യാർത്ഥികൾക്കാണ് വിദ്യാഭ്യാസ പുരസ്കാരം സമ്മാനിക്കുന്നത്. സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി +2 പരീക്ഷയിൽ 80%-ലേറെ മാർക്ക് വാങ്ങി വിജയിച്ച നിർധന കുടുംബങ്ങളിലെ 100 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്യും. കഴിഞ്ഞ 18 വർഷങ്ങളിലായി 10,000-ലേറെ വിദ്യാർത്ഥികളെയാണ് CCTV വിദ്യാഭ്യാസ പുരസ്കാരം നൽകി അനുമോദിച്ചിട്ടുള്ളത്. രാജ്യത്ത് കുത്തക ഭീമന്മാരോട് പൊരുതി ഡിജിറ്റൽ രംഗത്ത് 4-ാം സ്ഥാനത്തും ബ്രോഡ്ബാൻഡ് രംഗത്ത് 5-ാം സ്ഥാനത്തും എത്താനായി എന്നതും മാധ്യമമേഖലയിൽ കേരള വിഷൻ ചാനലും ന്യൂസ് മലയാളം ചാനലും ജനങ്ങൾ ഹൃദയപൂർവ്വം ഏറ്റെടുത്തു എന്നതും കേബിൾ TV വ്യവസായത്തിനാകെ അഭിമാനമാണ്. കുന്നംകുളത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ CCTV ചെയർമാൻ KC ജോൺസൺ, മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ KM എഡ്വിൻ, KC ജോസ്, ജനറൽ മാനേജർ സിൻഡോ ജോസ് എന്നിവർ പങ്കെടുത്തു. പുരസ്കാര വിതരണ ചടങ്ങ് CCTVയിലൂടെയും TCV ഉത്സവ് ചാനലിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും. CCTV യൂട്യൂബ് ചാനലിലൂടെയും തത്സമയ സംപ്രേഷണമുണ്ടാകും. തൃത്താല നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 4 വർഷമായി മന്ത്രി MB രാജേഷ് നേതൃത്വം നൽകി നടപ്പിലാക്കിയ എൻലൈറ്റ് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി എൻലൈറ്റ് വിജയോത്സവവും പ്രതിഭാ സംഗമവും ജൂൺ 21-ന് ചാലിശ്ശേരിയിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചാലിശ്ശേരി അൻസാരി കൺവെൻഷൻ സെന്ററിൽ ശനിയാഴ്ച രാവിലെ 9:30 നടക്കുന്ന വിജയോത്സവം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി വകുപ്പ് കാര്യമന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. മണ്ഡലത്തിലെ 14 വിദ്യാലയങ്ങളിൽ നിന്നായി SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ 600ഓളം വിദ്യാർത്ഥികളെ മന്ത്രി ഉപഹാരം നൽകും. മണ്ഡലത്തിൽ 100% വിജയം കൈവരിച്ച ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തി ഉന്നത വിജയം കൈവരിച്ച 2ാമത്തെ വിദ്യാലയമായ പരുതൂർ എന്നീ വിദ്യാലയങ്ങൾക്കുള്ള എൻലൈറ്റ് എക്സലൻസ് ട്രോഫിയും മന്ത്രി MB രാജേഷ് വിതരണം ചെയ്യും. സമ്മേളനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ IAS, MK വിമൽ ഗോവിന്ദ്, റാഷിദ് കരുമനക്കൽ എന്നിവർ കുട്ടികളുമായി സംവദിക്കും. നടത്തിവരുന്നുണ്ട്. ഇത്തരത്തിൽ 21 നടത്താൻ പോകുന്ന ഈ എക്സലൻസ് അവാർഡ് ഇത് 4ാമത് വർഷമാണ്. 2022-ലാണ് ആദ്യമായി നടത്തിയത്. അന്ന് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി അവർകളാണ് അത് ഉദ്ഘാടനം ചെയ്തത്. പിന്നീട് മന്ത്രി രാജീവ് മിനിസ്റ്റർ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ പങ്കാളിത്തത്തോടു കൂടിയിട്ട് കുട്ടികൾക്കുള്ള എക്സലൻസ് അവാർഡ് സംഘടിപ്പിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ രാമേന്ദ്രൻ മാഷ് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി എൻലൈറ്റിന്റെ പ്രെഡിക്റ്റ് സ്കോളർഷിപ്പാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് +2 ചേരുന്ന ഘട്ടത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി
അത് വളരെ വളരെ ഏറ്റവും സുതാര്യമായി പ്യൂർലി മെറിറ്റ് ബേസ്ഡ് ആയിട്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രതിഭാ സംഗമവും നടക്കും. സിവിൽ സർവീസ് മേഖലയുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ IAS കുട്ടികളുമായി സംവദിക്കും. മണ്ഡലത്തിലെ +2, 10ാം ക്ലാസ് വിഭാഗത്തിൽ നിന്നായി 200 കുട്ടികൾ പ്രതിഭയോടൊത്ത് എന്ന സംവാദ പരിപാടിയിൽ പങ്കെടുക്കും. എൻലൈറ്റ് പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് ഈ സംഘാടക സമിതിയുടെ ചെയർമാനും അതുപോലെ തന്നെ ബ്ലോക്കിൻ്റെ വൈസ് പ്രസിഡന്റായിട്ടുള്ള ശ്രീ PR കമ്പനി കുറേ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. കൂട്ടിച്ചേർക്കൽ മാത്രമാണ് ചേർത്ത് പറയുന്നത്. ഈ പരിപാടിയിൽ ഈ എക്സലൻസ് അവാർഡ് പല ഏജൻസികളും കൊടുക്കുന്നുണ്ട്. മന്ത്രി നടപ്പാക്കുന്ന ഈ എക്സലൻസ് അവാർഡിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇതിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള 2 or 3 വ്യക്തികളുമായിട്ട് സംവദിക്കാൻ അവസരം കൊടുക്കുന്നതാണ്. ആ പദ്ധതിയുടെ ഒരു അടിസ്ഥാനത്തിൽ ഇതില് ഇപ്രാവശ്യം ശ്രീമതി TV അനുപമ IAS ഇപ്പോ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സ്പെഷ്യൽ സെക്രട്ടറിയാണ്. ചടങ്ങിൽ തൃത്താല ബ്ലോക്ക് പ്രസിഡന്റ് VP റജീന അധ്യക്ഷയാകും. കൂടാതെ നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ വിജയോത്സവം സംഘാടക സമിതി ചെയർമാൻ PR കുഞ്ഞുണ്ണി, എൻലൈറ്റ് കോർഡിനേറ്റർ K രാമചന്ദ്രൻ, തൃത്താല AEO K പ്രസാദ് എന്നിവർ പങ്കെടുത്തു. തൃത്താല നിയോജക മണ്ഡലത്തിലെ 14 സ്കൂളുകളിലെയും ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളിലെയും ഫുള്ള് A+ കിട്ടിയ 10ാം ക്ലാസ് +2 പരീക്ഷകളിൽ ഫുള്ള് A+ കിട്ടിയ കുട്ടികളെ 21-ാം തീയതി കാലത്ത് 9:30 മണിക്ക് ചാലിശ്ശേരി അൻസാരി കൺവെൻഷൻ സെന്ററിൽ വെച്ച് ആദരിക്കുകയാണ്. ഇത് എൻലൈറ്റ് തൃത്താല എന്ന MLA പദ്ധതിയുടെ ഭാഗമായി കൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത്. ഇത് 4ാം വർഷമാണ് ഇത്തരത്തിൽ തൃത്താല നിയോജക മണ്ഡലത്തിൽ ഉള്ള A+ കിട്ടിയ 10ാം ക്ലാസ് +2 കുട്ടികളെ ആദരിക്കുന്ന പരിപാടി. തൃത്താല പഞ്ചായത്തിൽ ഊർജിത പകർച്ചവ്യാധി പ്രതിരോധ 2ാം ഘട്ട പ്രവൃത്തികൾക്ക് തുടക്കമായി. തൃത്താല ഗ്രാമപഞ്ചായത്തും പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പകർച്ചവ്യാധി പ്രതിരോധ പ്രവൃത്തികൾ ആരംഭിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KP ശ്രീനിവാസൻ അധ്യക്ഷനായി. ആശാപ്രവർത്തകർ, ACDS സൂപ്പർവൈസർ, CDS അംഗങ്ങൾ, NRGS പ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, സ്കൂൾ കോളേജ് ഭാരവാഹികൾ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, ക്വാർട്ടേഴ്സ് ഉടമകൾ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. യോഗത്തിൽ JHI പ്രശാന്ത് വിഷയാവതരണം നടത്തി. പരിപാടിയുടെ ഭാഗമായി അംഗൻവാടികൾ, സ്കൂളുകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ എന്നിവിടങ്ങളിലെല്ലാം കൊതുകിന്റെ ഉറവിടനാശീകരണ പരിപാടികൾ നടത്താനും തീരുമാനമായി. പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ആരോഗ്യ പ്രവർത്തകരുടെയും വാർഡ് മെമ്പർമാരുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും നേതൃത്വത്തിൽ ഭവന സന്ദർശനവും നടക്കും. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നൈപുണ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രവേശനോത്സവവും നടന്നു. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് ആധുനിക ലോകത്തെ തൊഴിൽ സാധ്യതകളെക്കുറിച്ച് അറിവും നൈപുണ്യവും നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നൈപുണ്യ വികസന കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനവും പ്രവേശനോത്സവവും മുഹമ്മദ് മോസിൻ MLA നിർവഹിച്ചു. നമ്മുടെ നാട്ടിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, പല കോഴ്സുകളും കംപ്ലീറ്റ് ചെയ്ത ആളുകളുണ്ട്. പക്ഷെ അവരൊക്കെ തൊഴിലിലേക്ക് പോകുന്ന സമയത്ത് തൊഴിൽ മാർക്കറ്റിൽ ആവശ്യമായിട്ടുള്ള സ്കില്ലില്ലാത്തതിന്റെ പേരിൽ തഴയപ്പെടുന്നത് ഒരു നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ്. അത് മാറ്റിയെടുത്താൽ മാത്രമാണ് നമുക്ക് കൂടുതൽ ആളുകൾക്ക് തൊഴിൽ ലഭ്യമാക്കാൻ കഴിയും. എംപ്ലോയ്മെന്റ് ഇല്ലാത്തത് കൊണ്ടല്ല, അവസരങ്ങളുണ്ട്. പക്ഷെ ആ അവസരത്തിന് ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ പലപ്പോഴും നമുക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് സത്യം. മാത്രമല്ല, ഇപ്പൊ പുതിയ ടെക്നോളജികൾ വളരെ വേഗത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ വേഗത അത്രത്തോളം കൂടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എല്ലാ ടെക്നോളജികളും വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് പഠിക്കേണ്ടത് വളരെ അനിവാര്യമായി വന്നിരിക്കുകയാണ്. മാത്രമല്ല, ഈ മാറ്റത്തിനനുസരിച്ച് നമ്മളെ പ്രിപ്പയർ ചെയ്ത് പോകണം. അതായത്
ഈ മാറ്റത്തിനനുസരിച്ച് പ്രിപ്പയർ ചെയ്താൽ മാത്രം പോരാ, വരാനിരിക്കുന്ന ടെക്നോളജിയെ പോലും മുന്നിൽ കണ്ടുകൊണ്ട് അതിനുള്ള പ്രിപ്പറേഷൻ കൂടി നടത്തി മുന്നോട്ട് പോയാലാണ് നമുക്ക് ജോലി കിട്ടുക. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ അധ്യക്ഷയായിരുന്നു. SSK പാലക്കാട് ജില്ലാ പ്രൊജക്ട് ഓഫീസർ PS ഷാജി പദ്ധതി വിശദീകരണം നടത്തി. കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ B സുരേഷ് കുമാർ, VP മനോജ്, PTA പ്രസിഡന്റ് V കൃഷ്ണകുമാർ, SMC ചെയർമാൻ TK സാജിദ്, PTA വൈസ് പ്രസിഡന്റ് TK ഷുക്കൂർ, സ്കൂൾ പ്രധാനാധ്യാപകൻ P മുഹമ്മദ് ഇക്ബാൽ, VHSC പ്രിൻസിപ്പൽ T ഷാജി, സബ് സെക്രട്ടറി TP സ്മിത, വിദ്യ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ശനി, ഞായർ, മറ്റു പൊതു അവധി ദിവസങ്ങളിലാണ് ക്ലാസുകൾ നടത്തുക. AI ഡിവൈസ് ഇൻസ്റ്റാളേഷൻ, ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളാണ് ഇവിടെ നിന്നും നൽകുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം പട്ടാമ്പിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർത്തു. ഒരു ബൂത്തിലെ പരമാവധി വോട്ടർമാരുടെ എണ്ണം 1100 താഴെയായി പുനഃക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം ബന്ധപ്പെട്ട രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർത്തത്. പട്ടാമ്പി മണ്ഡലത്തിലെ രാഷ്ട്രീയ പ്രതിനിധികളുടെ യോഗം പട്ടാമ്പി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു. പട്ടാമ്പി മണ്ഡലത്തിലെ റിട്ടേണിംഗ് ഓഫീസർ സേതു മുഹമ്മദ്, തൃത്താല മണ്ഡലത്തിലെ റിട്ടേണിംഗ് ഓഫീസർ TP കിഷോർ, ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാർ പ്രസന്ന തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വില്ലേജ് തലത്തിൽ സൂപ്പർവൈസർ BLA എന്നിവരുടെ യോഗം നടത്തുവാനുള്ള തീരുമാനവും ഇതിനുള്ള കലണ്ടർ തയ്യാറാക്കാനും യോഗത്തിൽ തീരുമാനമായി. അപ്പോൾ നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന 1075 വോട്ടർമാരുള്ള പോളിംഗ് സ്റ്റേഷനിൽ മുഴുവനും നമ്മൾ കൂടുതൽ വോട്ടർമാരെ അടുത്ത പോളിംഗ് സ്റ്റേഷനിലേക്ക് ക്രമീകരിക്കുകയോ അല്ലെങ്കിൽ ആ ലൊക്കേഷനിൽ തന്നെ പുതിയൊരു ബൂത്ത് ക്രമീകരിക്കുകയോ അതല്ലെങ്കിൽ ലൊക്കേഷൻ തന്നെ മാറ്റിയിട്ട് പുതിയ ഒരു ഏരിയയിൽ പുതിയൊരു ലൊക്കേഷൻ തുടങ്ങി അവിടെ ഒരു പോളിംഗ് ബൂത്ത് ക്രമീകരിക്കുകയോ ചെയ്യുന്ന രീതിയാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. അതിനെ സംബന്ധിച്ച് കൂടുതൽ ചെയ്തപ്പോൾ പറയും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമുക്ക് ഇതിലുള്ളത്, നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കുറച്ചുകൂടി സുതാര്യമാക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നിലവിൽ BLOമാരെ നമ്മൾ എല്ലാ ബൂത്തുകളിലേക്കും BLOമാരെ പോസ്റ്റ് ഇടുന്നു. അതിന്റെ പുറമെ എല്ലാ ബൂത്തുകളിലും BLAമാരെ, രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളായിട്ട് BLAമാരെ പോസ്റ്റ് ചെയ്യാന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു. അതുപ്രകാരം കുറെ രാഷ്ട്രീയ പാർട്ടികൾ BLAമാരെ പരമാവധി ബൂത്തുകളിൽ പോസ്റ്റ് ചെയ്തിട്ട് എങ്കിലും അത് മുഴുവനായിട്ടില്ല. അപ്പോൾ ആ BLAമാരില്ലാത്ത ബൂത്തുകളിലേക്ക് അടിയന്തരമായിട്ട് BLAമാരെ അനുവദിച്ചു തരുന്നതാണ് ഈ അവസ്ഥയിൽ പറയുന്നത്. കാരണം ഈ വോട്ടർ പട്ടികയിലുള്ള പ്രശ്നങ്ങൾ, അതായത് ഒരുപാട് പൂർണ്ണമായിട്ട് വോട്ടർ പട്ടിക കുറ്റമറ്റതാണെന്നുള്ളത് പറയാൻ ഇപ്പോഴും നമുക്ക് കഴിയില്ല. കാരണം മരിച്ച ആൾക്കാരും ചിലരെങ്കിലും, അതേപോലെ തന്നെ കാലങ്ങളായി താമസം മാറിയ ആൾക്കാരും, അതേപോലെ ഒരേ പട്ടികയിൽ തന്നെ ഒരേ 2 സ്ഥലങ്ങളിൽ വോട്ടുള്ള ആൾക്കാർ, അതേപോലെ 2 ബൂത്തുകളിലായിട്ട് വോട്ടുള്ള ആൾക്കാർ, 2 മണ്ഡലങ്ങളിലായിട്ട് വോട്ടുള്ള ആൾക്കാർ, 2 ജില്ലകളിലായിട്ട് വോട്ടുള്ള ആൾക്കാർ, 2 സംസ്ഥാനത്ത് വോട്ടുള്ള ആൾക്കാർ, ഈ രീതിയിൽ ഒന്നിൽ കൂടുതൽ വോട്ടുള്ള ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിലും. തിരുമിറ്റക്കോട് അഖിലാണം മഠത്തിൽ പുഷ്പകത്ത് വാസുദേവൻ എന്ന കലാമണ്ഡലം വാസുദേവൻ അന്തരിച്ചു. 70 വയസ്സായിരുന്നു. പരേതരായ കേശവൻ നമ്പീശന്റെയും സാവിത്രി ബ്രാഹ്മണിയമ്മയുടെയും മകനാണ്. നടൻ, ഓട്ടൻതുള്ളൽ കലാകാരൻ, നൃത്താധ്യാപകൻ, മൃദംഗവാദകൻ, നന്മ കലാകാരന്മാരുടെ സംഘടനയുടെ ജില്ലാ ഭാരവാഹി, ക്ഷേത്ര കലാ അക്കാദമിയുടെ സംസ്ഥാന ഭാരവാഹി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കലാജീവിതത്തിനിടയിൽ സംഗീത നാടക അക്കാദമി അവാർഡ്, ഫോക്ലോർ അക്കാദമി അവാർഡ്, പുഷ്പകശ്രീ അവാർഡ് തുടങ്ങിയ 50ലധികം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഗിരിജ ഭാര്യയും വൈശാഖ്, വരുണ എന്നിവർ മക്കളുമാണ്. പരേതനായ ഓട്ടൻതുള്ളൽ കലാകാരൻ കലാമണ്ഡലം ഗീതാനന്ദൻ, ഹരിദാസൻ, നാരായണൻ, ശ്രീദേവി, ഗീത എന്നിവർ സഹോദരങ്ങളാണ്. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. പരുതൂർ ലൈബ്രറി ആൻഡ് റിക്രിയേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വായനാ വാരാചരണത്തിന് തുടക്കമായി. ഒരാഴ്ചക്കാലം വിവിധ പരിപാടികളോടെയാണ് വാരാചരണം നടത്തുന്നത്. പരുതൂർ ലൈബ്രറി ആൻഡ് റിക്രിയേഷൻ സെന്ററിന്റെ നേതൃത്വത്തിലാണ് വായനാ വാരാചരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതോടനുബന്ധിച്ച് PN പണിക്കർ അനുസ്മരണവും പുസ്തകാസ്വാദന ചർച്ചയും സംഘടിപ്പിച്ചു. ലൈബ്രറി കൗൺസിൽ അംഗം PT രാമചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഈ നാരായണ പണിക്കരാണ്, ഞാൻ ഒരു ഗാന്ധിയനായിരുന്നു. ആലപ്പുഴയിലാണ്, നീലമ്പേരൂർ എന്ന സ്ഥലത്താണ്. 96-ലാണ് ഈ അദ്ദേഹത്തിൻ്റെ ഈ ചരമദിനമായ ഈ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കണം തീരുമാനിച്ചു. അപ്പം അന്ന് മുതൽ നമ്മൾ ഇത് ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ സ്മരണ പുതുക്കാണ് എല്ലാ കാലത്തും. കാരണം അദ്ദേഹം കുട്ടിക്കാലമായി തന്നെ പറഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ ചരിത്രം 20 വയസ്സായപ്പോൾ തന്നെ അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്നൊരു പ്രകൃതി ഉണ്ടായിരുന്നു. പുസ്തകം മാത്രമല്ല, ആനുകാലികമായിട്ടുള്ള അന്നൊക്കെ ഇപ്പോൾ വലിയ വായനക്കുള്ള വലിയ പുസ്തകങ്ങളൊന്നും ഇല്ലെങ്കിലും ഉള്ള പുസ്തകങ്ങളൊക്കെ തേടി പിടിച്ചിട്ട് അദ്ദേഹം. വായനശാല നിർവാഹക സമിതി അംഗം P രമണി അധ്യക്ഷയായിരുന്നു. MTയുടെ 4 കെട്ടിനെ ആസ്പദമാക്കി A ഉണ്ണിമായ പുസ്തകാസ്വാദനം നടത്തി.
നമ്മുടെ വായനയുടെ ലോകത്തിലേക്ക് കടക്കുന്ന അല്ലെങ്കിൽ കടന്ന് വന്നുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും വായിച്ചിരിക്കേണ്ട MTയുടെ ഒരു പുസ്തകമാണ് നാലുകെട്ട്. അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ അപ്പോൾ എനിക്കും ആ പേര് കേൾക്കുമ്പോൾ നാലുകെട്ട് 4 നിലയുള്ള അങ്ങനെ ഒരു വീട് എന്നുള്ള സങ്കല്പത്തിലാണ് ഞാനും ആ പുസ്തകം എടുത്തിട്ട് ആദ്യം വായിച്ചത്. അപ്പോൾ വീണ്ടും പഠിത്ത് ഞാനത് വീണ്ടും വായിക്കേണ്ടായി. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ അത് വായിച്ചെത്തിയപ്പോൾ മനസ്സിലായി ആ ഒരു വാസ്തു വിദ്യ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക സിംബലും കൊണ്ട് MT അന്നത്തെ ആ ഒരു സാമൂഹിക അവസ്ഥ, ഒരു മനുഷ്യനെ എങ്ങനെ ജീവിതത്തിൽ ഒരു വ്യക്തിത്വം രൂപപ്പെടുത്താം, അല്ലെങ്കിൽ അന്ന് നിലനിന്നിരുന്ന സാമൂഹിക വ്യവസ്ഥ എന്താണ്, ജാതി വ്യവസ്ഥ എന്താണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ ചടങ്ങിൽ വെച്ച് ഭാനുപ്രകാശ് 100-ലധികം പുസ്തകങ്ങൾ വായനശാലയ്ക്ക് സംഭാവനയായി നൽകി. ഡോക്ടർ M ചന്ദ്രശേഖരൻ വായന എന്ന സ്വന്തം കവിതയും ആലപിച്ചു. വായനാശീലം വളർത്തണം, നമ്മൾ വായിച്ചു വലുതാകണം, അറിയാത്തതറിയണം, അറിയുവാൻ മുതിരണം, അറിയാത്ത സംശയം ചോദിക്കണം, അറിയാത്തതറിയണം, അറിയുവാൻ മുതിരണം, അറിയാത്ത സംശയം ചോദിക്കണം, ദിനപത്രമെന്നും പഠിക്കണം, നമ്മുടെ ദിനചര്യയായതു തുടരണം, ദിനപത്രമെന്നും പഠിക്കണം, നമ്മുടെ ദിനചര്യയായതു തുടരണം. AP ശശി, P സുധീർ, K ആദിത്യരാജ്, UKM അൻസിൽ, V അക്ഷയ്, VP ബിജു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ലഹരി വിപത്തിനെതിരെ മുതുതല കൊടുമുണ്ടയിൽ ജില്ലാതല സെമിനാർ സംഘടിപ്പിച്ചു. സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം R മഹിളാമണി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വനിതാ കമ്മീഷന്റെയും മുതുതല ഗ്രാമപഞ്ചായത്തിന്റെയും കൊടുമുണ്ട ഉദ്ബുദ്ധ കേരളം വിജ്ഞാന കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ലഹരി വിപത്തിനെതിരെ ജില്ലാതല സെമിനാർ സംഘടിപ്പിച്ചത്. കൊടുമുണ്ട കുഞ്ഞനായർ സ്മാരക വായനശാലയിൽ വെച്ചായിരുന്നു സെമിനാർ. സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം R മഹിളാമണി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. താഴ്ച അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളാകട്ടെ, സമൂഹത്തിലെ അതുപോലെ തന്നെ യുവതലമുറയടക്കം എത്തിക്കുന്ന തരത്തിലേക്ക് ലഹരിയുടെ സാമൂഹ്യ വ്യാപനത്തിലേക്ക് നീങ്ങുന്ന ഒരു സ്ഥിതി നാട്ടിൽ സംജാതമായി വരുന്നു. തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാണ്ട് വനിതാ കമ്മീഷന് മുന്നോട്ട് പോകാനാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പ്രസിഡന്റ് ഇങ്ങനെ ഒരു ക്ലാസ്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ വിഷയം കൂടി പ്രസിഡന്റ് ഇങ്ങോട്ട് പറയുക. ഏതായാലും നല്ല രീതിയിൽ ഇടപെടുകയും പ്രസിഡന്റ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇതിനു മുൻപ് പല പരിപാടികൾ ഇവിടെ കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത്തവണ നമുക്ക് കുറച്ചുകൂടി ആളുകളെ പങ്കെടുപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ, കുറച്ചുകൂടി വിപുലമായ തരത്തിൽ ഒരു ജില്ലാ സെമിനാർ എന്നുള്ള രൂപത്തിൽ അടുത്തുള്ള ഏതെങ്കിലും ഗ്രന്ഥശാലയുമായിട്ട് ബന്ധപ്പെട്ട് ഈ പരിപാടി നടത്താൻ ആവശ്യപ്പെടുകയും അത് വളരെ നന്നായിട്ട് നടത്തുന്നതിന് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും ആളുകൾ വരും എന്ന് തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത്. നമ്മൾ പ്രതീക്ഷിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A ആനന്ദവല്ലി അധ്യക്ഷയായിരുന്നു. ഡോക്ടർ P ഷമീന ജസീൽ, പട്ടാമ്പി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ K മണികണ്ഠൻ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ PM ഉഷ, ICD സൂപ്പർവൈസർ സുരേഖ, CDS ചെയർപേഴ്സൺ ഗീത തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. അടുക്കള റാക്കിനടിയിൽ പത്തി വിടർത്തി മൂർഖൻ പാമ്പും കൂടെ പൂച്ചക്കുഞ്ഞിന്റെ ജഡവും. പാമ്പ് കടിയേൽക്കാതെ വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കപ്പൂർ കാണിരത്താണിയിലാണ് സംഭവം. കപ്പൂർ പഞ്ചായത്തിലെ കുന്നത്തുകാവ് സ്വദേശിയായ ശ്രീജിത്തിന്റെ വീട്ടിലാണ് രാവിലെ പാമ്പിനെ കണ്ടത്. വീട്ടുകാർ തലനാരിഴയ്ക്കാണ് കടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. അടുക്കള റാക്കിൽ സൂക്ഷിച്ചിരുന്ന വിറകുകൾക്കിടയിലായിരുന്നു മൂർഖൻ പാമ്പിന്റെ വിശ്രമം. വീട്ടിലെ വളർത്തുപൂച്ചക്കുഞ്ഞിനെ മൂർഖൻ പാമ്പ് കടിച്ചുകൊല്ലുകയും ചെയ്തു. വിറകുകൾക്കിടയിൽ അനക്കം കണ്ടു നോക്കിയപ്പോഴാണ് പത്തി വിടർത്തിയ നിലയിൽ മൂർഖനെ കണ്ടത്. ഉടനെ പാമ്പുപിടുത്തക്കാരൻ കൈപ്പുറം അബ്ബാസിനെ വിവരമറിയിക്കുകയായിരുന്നു. പാമ്പുപിടുത്തക്കാരന് നേരെയും മൂർഖൻ ഫണം വിടർത്തി ചീറ്റിയെടുത്തു. അല്പനേരത്തെ പരിശ്രമത്തിനൊടുവിൽ പാമ്പിനെ സുരക്ഷിതമായി പിടികൂടി. തൃത്തല മുടവന്നൂർ മാട്ടായ റോഡ് തകർച്ചയിൽ KSU നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പ് അധികൃതരെ പ്രതിഷേധം അറിയിച്ചു. കഴിഞ്ഞ 6 മാസമായി വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പൈപ്പിടുന്നതിനായി പൊളിച്ച റോഡിൽ യാത്രാ ദുരിതം വർദ്ധിച്ച സാഹചര്യത്തിലായിരുന്നു പ്രതിഷേധം. പ്രദേശത്തെ സ്വകാര്യ കോളേജിലെ KSU യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PWD ഓഫീസർക്കും അസിസ്റ്റന്റ് എഞ്ചിനീയർക്കും പരാതി നൽകി. അടിയന്തരമായി റോഡ് സഞ്ചാരയോഗ്യമാക്കുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രവർത്തകർക്ക് ഉറപ്പു നൽകി. ഉറപ്പു പാലിക്കാത്ത പക്ഷം ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും KSU പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് CA റംഷാദ് അറിയിച്ചു. KSU ബ്ലോക്ക് സെക്രട്ടറി അസ്ലം പുകരാത്ത്, യൂണിറ്റ് പ്രസിഡന്റ് അനസ്, KSU ഭാരവാഹികളായ സഫ്വാൻ, ഹാഷിം, അൻസഫ് എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.